മലയാള സിനിമയിൽ മുൻനിര നായകന്മാരല്ലാതെ കുടുംബ പ്രേക്ഷകരെ നല്ല രീതിയിൽ സ്വാധീനിച്ച് നമ്മുടെ ഫാമിലിയുമൊത്ത് നല്ല രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കുമെന്ന് 100% ഗ്യാരണ്ടിയുള്ള ഒരു നായകൻ. മലയാള സിനിമയിൽ അങ്ങനെയുള്ള നായകന്മാർ ഒരുപാടില്ല എന്ന് തന്നെ പറയാം. കുടുംബ പ്രേക്ഷകരുടെ ഒരു ടേസ്റ്റുമായിട്ട് ഒത്തു നിൽക്കുന്ന നായകൻ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരാളുണ്ട്, നമ്മുടെ സ്വന്തം ജയറാമേട്ടൻ. ജയറാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം മലയാള സിനിമയിൽ കുടുംബ പ്രേക്ഷകരുടെ പൾസ് എന്താണെന്ന് അറിയാൻ കെൽപ്പുള്ള ഒരു നായകനാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തതുപോലെ മറ്റൊരു നായകനും ഇത്രയും സ്വാധീനം കിട്ടിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയണം. കാരണം ഒരു കാലഘട്ടത്തിൽ നമ്മളെ ലാലേട്ടനെയും മമ്മൂക്കയെയും അതുപോലെ തന്നെ സുരേഷ് ഏട്ടനെയും ഒക്കെ അവരുടെ സിനിമകളോടുള്ള ക്ലാഷ് റിലീസായി വന്നപ്പോൾ ജയറാമേട്ടനെ ഇരു കൈയിൽ നീട്ടിയാണ് മലയാള സിനിമാ പ്രേക്ഷകർ അദ്ദേഹത്തെ സ്വീകരിച്ചത്. പോസിറ്റീവ് രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഇനി വന്നാൽ പോലും ബോക്സ് ഓഫീസിൽ സകലകാല റെക്കോർഡുകളും അദ്ദേഹത്തിന് തൂക്കാൻ സാധിക്കുമെന്ന് നല്ല രീതിയിൽ മലയാള സിനിമാ പ്രേക്ഷകർക്ക് അറിവുള്ളതുമാണ്. ഈ ഇടയിൽ ഒരു സിനിമ പുറത്തിറങ്ങിയായിരുന്നു ഓസ്ലർ. ഏറ്റവും കൂടുതൽ വേറിട്ടൊരു ശൈലിയിൽ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ജയറാമിനെയാണ് ആ സിനിമയിലൂടെ ഇതിൽ നമുക്ക് കാട്ടിത്തരുന്നത്. ഏറ്റവും നല്ല രീതിയിൽ വിജയിച്ചൊരു സിനിമയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ജയറാമേട്ടനെ കുറിച്ചല്ല, ജയറാമേട്ടനെ പോലെ തന്നെ ഫാമിലി ഓഡിയൻസിന് അത്രയ്ക്കും നല്ല വിശ്വാസമുള്ള മറ്റൊരു നായകൻ മലയാള സിനിമയിലുണ്ട്. അത് ആരാണെന്ന് അറിയാമോ ഗൈസ്? പുതിയതായിട്ട് തന്നെ പുതിയ തലമുറയെ തന്നെ നല്ല രീതിയിൽ എൻഗേജ് ചെയ്യിപ്പിക്കാനും ചിരിപ്പിക്കാനും ഒക്കെ കഴിവുള്ള, അഭിനയം കൊണ്ടും വില്ലനീസം കൊണ്ടും സഹനടൻ ക്യാരക്ടർ കൊണ്ടും ഒക്കെ നമ്മളെ വിസ്മയിപ്പിച്ചൊരു നായകൻ ഇന്ദ്രജിത്ത് സുകുമാരൻ. അദ്ദേഹത്തിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഫാമിലി ബന്ധങ്ങളെയൊക്കെ പിടിച്ചുലയ്ക്കുന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മൂവി മാരിവില്ലിൻ ഗോപുരങ്ങൾ. ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ എന്തോ പഴയ ഒരു സിനിമയുടെ പാട്ട് നമ്മുടെ മനസ്സിൽ ഓടി വരും. പേര് അനൗൺസ് ചെയ്തപ്പോഴേ എനിക്ക് അങ്ങനെയാണ് ഒരു പഴയ ഒരു പാട്ട്, ആ പാട്ടാണ് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വന്നത്. എന്താണ് ഈ സിനിമ? ആ പേര് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഒരു ആകാംക്ഷയായിരുന്നു, എന്തായിരിക്കും ഈ സിനിമ? അതൊക്കെ മാറാൻ വേണ്ടി ഇന്ന് തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ഈ സിനിമ കാണാനൊരു അവസരമുണ്ടായി. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ സിനിമ കണ്ട ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്ന എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്ന് വിചാരിക്കുക. സിനിമ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ഫാമിലി മൂവി തന്നെയാണ്. വലിയ ഭയങ്കരമായിട്ടുള്ള വ്യത്യസ്ത കാര്യങ്ങളൊന്നും നമുക്കിതിൽ കാണാൻ സാധിക്കില്ല. പക്ഷേ ഈ സിനിമയുടെ ഓരോ ഫ്രെയിമുകളും എന്തൊക്കെയോ എവിടെയൊക്കെയോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളൊരു യാദർച്ഛികമായിട്ടുള്ളൊരു തോന്നൽ ഈ സിനിമ കാണുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവും. അതുപോലെ തന്നെ ഈ സിനിമയിലെ മനോഹരമായിട്ടുള്ള പ്രണയ നിമിഷങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഫാമിലിനെയൊക്കെ നമ്മൾ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ കൺമുന്നിൽ കാണിച്ചു തരുന്നൊരു സിനിമ എന്ന് തന്നെ പറയാം മാരിവില്ലിൻ ഗോപുരങ്ങൾ. ഈ സിനിമയിലെ ഓരോ സോങ്സുകളും നമ്മുടെ അത്രയ്ക്ക് നമ്മുടെ ഹാർട്ടിനെ തന്നെ ടച്ച് ചെയ്യുന്ന രീതിയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫാമിലിയായിട്ടും തീർച്ചയായിട്ടും കാണാൻ പറ്റിയ, നല്ല രീതിയിൽ നമ്മുടെ ഫാമിലി മൊത്തം ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു മലയാള സിനിമ എന്ന് ഞാൻ പറയും. ഇതെൻ്റെ ഒരു അഭിപ്രായമാണ്, എല്ലാവർക്കും എൻ്റെ ഒരു ടേസ്റ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഫാമിലി മൊത്തം ഈ സിനിമ തിയേറ്ററിൽ പോയി ഒരു പ്രാവശ്യം ഒന്ന് കാണുക, എന്നിട്ട് ഈ സിനിമയെ നിങ്ങൾ വിലയിരുത്തുക. ഒരു സിനിമയുടെ പരിപൂർണതയിലേക്ക് ആ മൂവിയെ വർണ്ണിക്കാനോ റിവ്യൂ ചെയ്യാനോ ഒരിക്കലും സാധിക്കില്ല. കാരണം ഓരോ പ്രേക്ഷകനും ഓരോ ടേസ്റ്റാണ്. ഓരോ പ്രേക്ഷകനും ഒരു സിനിമയെ സമീപിക്കുന്ന രീതി അത് വേറെ രീതിയിലായിരിക്കും. കാരണം നമ്മുടെ ഒരു കാഴ്ചപ്പാട് മാത്രമേ നമുക്കൊരു റിവ്യൂ ആയി ചെയ്യാൻ സാധിക്കൂ. കാരണം ആ സിനിമ ഒരിക്കലും ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ ആവണം എന്നില്ല മറ്റൊരാളുടെ കാഴ്ചപ്പാട്. അവരുടെ ടേസ്റ്റും അവരുടെ വ്യത്യാസങ്ങളും പലതും വേറെ ആയിരിക്കാം. മാരിവില്ലിൻ ഗോപുരങ്ങൾ വിടർന്നോ ഇല്ലയോ എന്ന് നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമയെ വിലയിരുത്തേണ്ടത് അനിവാര്യമാണ്. ഒരു റിവ്യൂ കൊണ്ട് ഒരു സിനിമയെ ഒരിക്കലും വിലയിരുത്താൻ സാധിക്കില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവനാണെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.